ഞാൻ രാജീവ് വിജയചന്ദ്രൻ, നിങ്ങളുടെ വെൽനസ് കോച്ച്. ഇന്ന് നമുക്ക് ഒരുമിച്ച് കുറച്ച് നിമിഷങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിച്ചാലോ? ജീവിതം ചിലപ്പോൾ വളരെ വേഗത്തിലാണ് പോകുന്നത് അല്ലേ? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? പക്ഷേ ഒരു നിമിഷമെങ്കിലും നിർത്തി ഞാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാറില്ല. വെൽനസ് എന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ? വെൽനസ് എന്നത് വെറും ഒരു രോഗമില്ലാത്ത അവസ്ഥയല്ല. അത് മനസ്സിൻ്റെ സമാധാനമാണ്. അത് ഉള്ളിലെ സന്തുലിത അവസ്ഥയാണ്. അത് നമ്മുടെ ചിന്ത, ശരീരം, വികാരം എല്ലാം ഒരേ തരംഗത്തിൽ പോകുന്ന അവസ്ഥയാണ്. വെൽനസ് എന്നാൽ നമ്മുടെ ചിന്ത, ശരീരം, വികാരം എല്ലാം ഒരേ തരംഗത്തിൽ പോകുന്ന അവസ്ഥയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ദീർഘശ്വാസം എടുക്കൂ. പതുക്കെ പുറത്തേക്ക് വിടൂ. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഉൾക്കുളിർപ്പുണ്ടോ? സമ്മർദ്ദമുണ്ടോ? വിഷമമാണോ? അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശൂന്യതയാണോ? എന്തായാലും അത് തെറ്റല്ല കേട്ടോ, അത് മനുഷ്യ സ്വഭാവമാണ്. ഓക്കെ, വെൽനസ് ആരംഭിക്കുന്നത് ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നാണ്. ഞാൻ എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കും എന്ന തീരുമാനം. ഇന്ന് നിങ്ങൾ 5 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെച്ചാൽ നാളെ അത് 10 മിനിറ്റ് ആകും. അത് പിന്നെ ഒരു ശീലമാകും. ഒരു കാര്യം പറയട്ടെ, ഓരോ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ എങ്ങനെ സംരക്ഷിക്കും? സ്ട്രെസ് വന്നാൽ അത് തള്ളിക്കളയേണ്ടതില്ല. അതിന് ശ്രദ്ധിക്കൂ. അതെന്താണ് പറയുന്നതെന്ന് സമാധാനത്തോടെ കേൾക്കൂ. അപ്പോൾ സ്ട്രെസ് നമുക്ക് അനുഭവപ്പെട്ടാൽ അത് തള്ളിക്കളയേണ്ടതില്ല. അതിനെ സസൂക്ഷ്മം ശ്രദ്ധിക്കൂ. അതെന്താണ് നമ്മളോട് പറയുന്നത് എന്ന് കേൾക്കൂ. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപകൽപ്പന ചെയ്യുന്നത്. എത്ര പേർക്കാണത് അറിയാവുന്നത്? എത്ര പേരാണത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത്? നെഗറ്റീവ് തോട്ട് വന്നാൽ അതിനെപ്പോലും ചോദ്യം ചെയ്യണം. ഇത് സത്യമായിട്ടാണോ? ഞാനിപ്പോൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ സത്യമായിട്ടാണോ? അല്ലെങ്കിൽ എൻ്റെ ഭയത്തിൻ്റെ ശബ്ദമാണോ ഞാൻ ഈ കേൾക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ചിന്തകളായി വരുന്നത് എന്ന് നമ്മൾ ചോദ്യം ചെയ്യണം. വെൽനസ് കോച്ചായി ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്. നമ്മളുടെ ഉള്ളിലെ ശക്തി നമ്മൾ കരുതുന്നതിലേറെ കൂടുതലാണ്. നമ്മളുടെ മനസ്സ് നമ്മളുടെ ശത്രു അല്ല, കൂട്ടുകാരനാണ്. അതിനെ പരിശീലിപ്പിക്കാം, നല്ലപോലെ സ്നേഹിക്കാം. ഇന്നു മുതൽ എല്ലാവർക്കും ഒരു ചെറിയ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാലോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 3 നന്ദി കാര്യങ്ങൾ എഴുതുക. ചെറിയതായാലും മതി. നമുക്ക് സന്തോഷം ഉണ്ടാക്കി, നമുക്ക് ഒരുപാട് നന്ദി അനുഭവപ്പെട്ട 3 കാര്യങ്ങൾ. അതിലൂടെ മനസ്സ് പതുക്കെ പോസിറ്റിവിറ്റി പഠിക്കും. ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, ഹീലിംഗ് ഒരു ദിവസത്തെ കാര്യമല്ല, അത് ഒരു യാത്രയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് സഹായം തേടാം, നിങ്ങൾക്ക് മാറാം, നിങ്ങൾക്ക് വളരാം. ഇന്ന് നിങ്ങൾ എടുത്ത ഈ ചെറിയ നിമിഷം, അത് തന്നെയാണ് നിങ്ങളുടെ പുതിയ തുടക്കം. ഓക്കെ, ശ്വാസം ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്ക്, പുറത്തേക്ക്. നിങ്ങൾ ശാന്തരാണ്, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ വളരുകയാണ്. താങ്ക് യു.